എന്നും ഞാൻ നിന്റെ ഒരു വെൽവിഷറാ. മറ്റൊന്നും പറയാനില്ലെങ്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്യാൻ പോവാ. അങ്ങനെ അങ്ങ് വെച്ചിട്ട് പോയാലോ ഭാമേ? നിനക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ഒരു കാര്യം പറയാൻ വേണ്ടിയാ ഞാൻ വിളിച്ചത്. ആട്ടെ, നിന്റെ ഇളയ മരുമകൾ ശ്യാമയുണ്ടോ അവിടെ? നിനക്കിതൊക്കെ അറിഞ്ഞിട്ട് എന്താടി കാര്യം? എനിക്കറിഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നിന്റെ അറിവിലേക്ക് ഒരു വിവരം തരാം. ശ്യാമ ഇപ്പോ കരുണ ഹോസ്പിറ്റലിലുണ്ട്. ഹോസ്പിറ്റലിലോ? അയ്യോ, ഞാനൊന്നും ചെയ്തതല്ല കേട്ടോ. അവള് തന്നെ ഒരു വണ്ടിയുടെ മുന്നിലേക്ക് എടുത്ത് ചാടിയതാ ആത്മഹത്യ ചെയ്യാൻ. ആത്മഹത്യ ചെയ്യാനോ? എന്തിന്? നീ എന്തറിയുന്നു ഭാമേ? നാടും വീടും ഭരിക്കുന്നു എന്ന് പറഞ്ഞ് പട്ടുസാരിയും ചുറ്റിയിരിക്കുന്ന ഒരു പൊട്ടത്തി. മക്കളും മരുമക്കളും ഒക്കെ ചേർന്ന് നിന്നെ സുന്ദരമായി അങ്ങ് കബളിപ്പിച്ചുകൊണ്ടിരിക്കുക. നിന്റെ ആ ദത്തുപുത്രനില്ലേ രോഹിത്, അവനെ ശ്യാമയ്ക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ നേരത്തെ തന്നെ നിന്നെ അറിയിച്ചതാ. പക്ഷേ രണ്ടുപേരും പൊരിഞ്ഞ ഇഷ്ടത്തിലാണെന്ന് നിന്നെ തെറ്റിദ്ധരിപ്പിക്കായിരുന്നു വിഷ്ണുവും ശാലിനിയും കൂടി. നിന്റെ ദത്തുപുത്രനും ഉണ്ടായിരുന്നു കൂടെ. എന്തിനാ? എല്ലാവർക്കും കൂടി നിന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ. പക്ഷെ ആ പെൺകുട്ടിയുണ്ടല്ലോ ശ്യാമ, അവൾ പ്രായം കൊണ്ട് ചെറുതല്ലേ. അവൾക്കതിന്റെ പ്രാധാന്യം മനസ്സിലായില്ല. അവൾക്കിപ്പോഴും പ്രേമ ആരോടാണെന്നല്ലേ? മുടങ്ങിപ്പോയ കല്യാണത്തിലെ ചെറുക്കനോട്. അരവിന്ദ് സ്വാമിനാഥന്റെയും തനൂജയുടെയും മകൻ ദീപക്കിനോട്. എന്തൊക്കെ നീ പറയുന്നത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ. ഇത്രയും കേട്ടപ്പോഴേ രക്തം തിളപ്പിച്ച് ആവിയാക്കി കളയല്ലേ ഭാമേ? ഇക്കണക്കിന് ബാക്കി കൂടി കേൾക്കുമ്പോ നീ മൊത്തം പുകഞ്ഞ് ഇല്ലാതാവുമല്ലോ. ശ്യാമ ഒരിക്കലും തന്റെ പിടിയിൽ നിൽക്കില്ല എന്ന് മനസ്സിലാക്കിയ നിന്റെ ദത്തുപുത്രൻ ഒടുവിൽ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായി. ശ്യാമയെ ദീപകിനെ തന്നെ ഏൽപ്പിക്കാനായി അവൻ അവളെയും കൊണ്ട് ഒരു റെസ്റ്റോറന്റിൽ എത്തി. നമുക്ക് പിരിയാം രോഹിത്. പക്ഷെ ദീപകിന്റെ കാര്യമോ? അവനാണെങ്കിൽ ശ്യാമയെ വേണ്ട, വേറൊരു പെണ്ണിനെ കെട്ടാൻ പോകുന്നു. നിന്നെ എനിക്ക് വേണ്ടെന്ന് ദീപക് അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞതിന്റെ നൊമ്പരത്തിലാ വണ്ടിയുടെ മുമ്പിലേക്ക് അവൾ ചാടിയത്. ദേ, നിന്റെ ദത്തുപുത്രനുണ്ടല്ലോ ഇപ്പൊ ഐസിയുവിന്റെ മുമ്പില് പട്ടിയെ പോലെ കാവല് കിടക്കുന്നു. നിന്റെ മരുമകളെ മേൽപോട്ടെടുക്കുവോ എന്നുള്ള കാര്യത്തിൽ ഇനിയും ഒരു തീരുമാനമായിട്ടില്ല ഭാമേ. അത് തീർന്നു കിട്ടാൻ വേണ്ടി നീ നന്നായിട്ട് പ്രാർത്ഥിക്കും. അല്ലെങ്കിലേ അവൾ ഇനിയും വേലി ചാടും. സത്യഭാമയുടെ മതിൽ ചാടുന്നവൾ ചൈന വൻമതിൽ വരെ ചാടും, ഏത് പ്രായത്തിലും. അതിനൊത്താശ ചെയ്യാൻ നിന്റെ അഴകുഴമ്പൻ ആ ദത്തുപുത്രനും ഉണ്ടാവും. ഹലോ, എന്താ പാമേ? രാഘവേട്ട, ഞാൻ പുറത്തേക്കൊന്ന് പോന്നു. എങ്ങോട്ടാ? കൃത്യമായിട്ട് അറിയില്ല. പിന്നെ പിള്ളയുടെ നമ്മുടെ ആ വക്കീലിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറയേ. എന്താ? അയാൾ ഇന്നിവിടെ ഉണ്ടാവണം. ചിലപ്പോ ആവശ്യം വരും. എന്തിനു ഭാമേ? ഭാമേ, നീ ഒന്ന് പറഞ്ഞിട്ട് പോ. എന്താ കാര്യം? ഭാമയ്ക്ക് എന്ത് പറ്റി? എങ്ങോട്ടാ അവളുടെ ഈ പടപ്പുറപ്പാട്? വണ്ടി എടുക്ക.
വാടി. എന്ത് കണ്ടോണ്ട് നിൽക്കുക? എനിക്കിതങ്ങോട്ട് സഹിക്കുന്നില്ല അമ്മേ. രണ്ടാമത് ഞാൻ പോയി കെട്ടി. ഒന്നാമത്തെ മരവുളെ ഒഴിവാക്കാൻ എത്ര പാടുപെട്ടു. അത് കഴിഞ്ഞു പോയി പെട്ടതോ ഈ ഗജ ഫ്രോഡിന്റെ കയ്യിൽ. ഛേ, നീ പെട്ടെന്ന് ആരാടി പറഞ്ഞത്? കഴുത്തിൽ ഒരു താലി കെട്ടിയാൽ എല്ലാം ആയിന്നാണോ? ഇതങ്ങ് പൊട്ടിച്ചു കളഞ്ഞാൽ തീർന്നില്ലേ എല്ലാം? ഇവിടെ അത് മാത്രമല്ലല്ലോ അമ്മേ. മയക്കുപൊടിയിട്ട് അയാൾക്ക് ജ്യൂസ് കൊടുത്തതും ബാക്കി കാര്യങ്ങളും ഒക്കെ. പോകാൻ പറയടി. ഇന്നത്തെ കാലത്ത് പോംവഴിയില്ലാത്ത കാര്യങ്ങളുണ്ടോ? എന്ത് സംഭവിച്ചാലും ആ ഫ്രോഡിനൊപ്പം നിന്നെ ജീവിക്കാൻ വിടില്ല ഞാൻ. ഇവനെ അങ്ങ് വെടിവെച്ച് കൊന്നാലോ അമ്മേ? എന്തായാലും ഞാൻ ജയിലിൽ പോയി കിടക്കണം. അതിന്റെ കൂടെ കുറച്ചു വർഷം കൂടെ ശിക്ഷ അനുഭവിച്ചാ പോരെ? അത് ഈ പന്നനെ കൊന്നിട്ടാണെങ്കിൽ ശിക്ഷ അനുഭവിക്കുമ്പോ ഒരു ആത്മനിർവൃതിയും കിട്ടും. കൊല്ലുക തന്നെ വേണോടി. പക്ഷേ ഇവനെ കൊല്ലുന്നതിന് മുൻപ് ഇവനെ ഇറക്കിയവരെയാ തട്ടേണ്ടത്. അത് ചെയ്യേണ്ടത് നീയല്ല. ചെയ്യേണ്ടയാൾ ഇപ്പൊ വരും. നീ വാ, നമുക്ക് പോകാം. സ്കാനിങ്ങിലും എക്സ്റേയിലും ഒന്നും ഒരു തകരാറും കാണുന്നില്ല. വീഴ്ചയേക്കാൾ ഭയത്തിലും മാനസിക സംഘർഷത്തിലുമാണ് ബോധക്ഷയം ഉണ്ടായിരിക്കുന്നത്. വീഴ്ചയിൽ ഒരു പരിക്കും പറ്റിയില്ലെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഇയാളൊപ്പം ഉണ്ടായിരുന്നല്ലേ? അതെ ഡോക്ടർ. ശരിക്കും ഒരു ആക്സിഡന്റ് തന്നെയായിരുന്നോ ഇത്? അതോ? ആക്സിഡന്റ്. അതെ ഡോക്ടർ. എനിവേ കുറച്ചു സമയം റെസ്റ്റ് എടുത്തോട്ടെ. സെഡേഷനിൽ നിന്നുണർന്നാൽ നിങ്ങൾക്ക് പോവാം. ശരി ഡോക്ടർ. ശ്യാമേ, ഇയാൾ എന്തിനാണോ അങ്ങനെ ചെയ്തത്? എന്നെ വിട്ടുപോകാൻ നോക്കിയതാ. എന്നെ വേണ്ടല്ലേ ഇയാൾക്ക്? ഇയാൾക്കിപ്പോഴും ആ ദീപകിനെ മതിയല്ലേ? നമ്മളെ വേണ്ടാത്തവരെ എന്തിനാടോ നമുക്ക്? പൊരുത്തപ്പെടാൻ പറ്റാത്തൊരാളെ കല്യാണം കഴിച്ചു പോയതിന്റെ മുറിവുകൾ ഇപ്പോഴും എന്റെ ഈ നെഞ്ചിലുണ്ട്. പിന്നെ ഇയാളെ കല്യാണം കഴിച്ചത് അബദ്ധത്തിലാണെങ്കിലും നല്ലൊരു ജീവിതം മുന്നിലുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചതാ. അത്
അതൊരു തെറ്റായിപ്പോയി. ഇയാൾക്ക് എന്നോട് ഒരിക്കലും പൊരുത്തപ്പെടാൻ കഴിയില്ലെന്ന് മനസ്സിലായി. എടോ, എന്റെ അമ്മയുടെ അന്ത്യാഭിലാഷമായിരുന്നു ഞാൻ നല്ലൊരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അവളോടൊപ്പം ജീവിക്കണമെന്ന്. വേറൊരു കല്യാണം കഴിക്കാൻ പറയണം രോഗത്തിനോട്. ഇനിയുള്ള കാലമെങ്കിലും അവനൊരു പെണ്ണിന്റെ കൂടെ സന്തോഷമായിട്ട് ജീവിക്കണം. പക്ഷെ അവളെ ആ സുസ്മിതന്റെ വെറുതെ വിട്ട് കളയരുത്. സാരമില്ല, പ്രായമായ ഒരു സ്ത്രീയുടെ മോഹമായിരുന്നില്ലേ, അതങ്ങ് വിട്ടേക്ക്. മരിച്ചവരുടെ മോഹങ്ങളെക്കാൾ വലുതാണല്ലോ ജീവിച്ചിരിക്കുന്നവരുടെ ആഗ്രഹങ്ങൾ. ശരിയാ, സുസ്മിതയോടുള്ള പ്രതികാരമായിട്ട് തന്നെയാ തന്റെ കഴുത്തിലാണ് ഞാൻ താലി കെട്ടിയത്. നിന്റെ അമ്മയെ മേൽപോട്ടെടുത്ത പോലെ നിന്റെയോ ശാലിനിയുടെയോ നിങ്ങളോട് ചേർന്ന് നിൽക്കുന്നവരുടെയോ ജീവിതത്തിൽ ഒരിക്കലും സന്തോഷം ഉണ്ടാവില്ല. സന്തോഷിക്കാൻ വിടില്ല ഞാൻ. ഇപ്പത്തെ അവളുടെ കാര്യം കണ്ടില്ലേ, കട്ടപ്പുക. ഇനിയൊരു ജീവിതം ഉണ്ടാവാൻ പോകുന്നില്ല അവക്ക്. അതുപോലെ തന്നെയാ നിന്റെ കാര്യം. നിന്റെ അമ്മ ചാവുന്നതിന് മുമ്പ് പറഞ്ഞ 2 ആഗ്രഹങ്ങളുണ്ടല്ലോ, അതും ഇനി നടക്കാൻ പോകുന്നില്ല. അതിനുള്ള മറുപടിയായിട്ട് തന്നെയാണോ ഞാൻ ഇയാളുടെ കഴുത്തിൽ താലി കെട്ടിയത്. ഇതാണ് എനിക്ക് നിനക്ക് നൽകാനുള്ള മറുപടി. ശാലിനിയുടെ അനിയത്തിയായി പോയതുകൊണ്ട് ശ്യാമയുടെ ജീവിതമൊന്നും പൊട്ടിത്തകരാൻ പോകുന്നില്ല. പിന്നെ എൻ്റെ അമ്മയുടെ അന്ത്യാഭിലാഷം, ഞാൻ താലി കെട്ടി ഒപ്പം സമാധാനമായിട്ട് ജീവിക്കാൻ പോകുന്ന പെണ്ണാരാണെന്ന് ചോദിച്ചാ ദാ നിൽക്കുന്നു. പക്ഷേ ഞാൻ തോറ്റുപോയി ശ്യാമേ. അബദ്ധത്തിലാണ് കല്യാണം കഴിച്ചതെങ്കിലും മനസ്സുകൊണ്ട് ആ നിമിഷം മുതൽ എന്റെ ഭാര്യയായിരുന്നു ഇയാള്. എന്നോട് പിണക്കവും പരിഭവവും ഒക്കെ കാണിക്കുമ്പോ അത് ഇയാളുടെ കുട്ടിത്തം കൊണ്ടാണെന്നാണ് ഞാൻ കരുതിയത്. ഇയാളുമായിട്ടുള്ള വഴക്കുകൾ പോലും ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാൻ. പനി പിടിച്ചു കിടന്ന എന്നെ പിടിച്ചെഴുന്നേൽപ്പിച്ച് ബെഡിൽ കിടത്തുകയും മരുന്ന് തന്നും നനഞ്ഞ തുണി നെറ്റിയിലിട്ട് അടുത്തിരിക്കുകയൊക്കെ ചെയ്തപ്പോൾ ഞാൻ കരുതിയത് ഇയാൾക്ക് എന്നോട് ചെറുതായെങ്കിലും ഒരിഷ്ടം രൂപപ്പെട്ടു തുടങ്ങിയെന്നാ. അതല്ലാന്ന് ഇയാൾ പറഞ്ഞെങ്കിലും അങ്ങനെ വിശ്വസിക്കാൻ എനിക്ക് തോന്നിയില്ല. എന്റെ അമ്മയല്ലാതെ മറ്റാരും അങ്ങനെ എന്നോട് പെരുമാറിയിട്ടില്ല. ചതിയും വഞ്ചനയും മാത്രമാ സുസ്മിത അടുത്തുനിന്ന് കിട്ടിയത്. ഒടുവിൽ എത്തിച്ചേർന്ന ഒരു മരിപ്പച്ചയ താനെന്ന് വെറുതെ സ്വപ്നം കണ്ടുപോയി. ഒക്കെ വെറുതെ. സുസ്മിത ജയിച്ചു അല്ലേടോ? സാരമില്ലടോ, ഇയാളുടെ ആഗ്രഹം പോലെ തന്നെ നടക്കട്ടെ. സത്യം ഇതൊന്നും അറിയണ്ട. ഇയാൾക്ക് എന്താ ആഗ്രഹം എന്ന് വെച്ചാൽ അങ്ങനെ തന്നെ ആയിക്കോ.
ദീപക് തിരിച്ചു വരുമെങ്കിൽ അങ്ങനെ. പക്ഷേ ഇങ്ങനത്തെ ബുദ്ധിമോശം ഇനി കാണിച്ചുകളല്ല മോളെ. എനിക്ക് താങ്ങാൻ വയ്യാത്തോണ്ടാ. ദീപക് തിരിച്ചു വന്ന വിട്ടുകൊടുക്കാന്നാ ഞാൻ പറഞ്ഞത്. അതെന്റെ ഹൃദയം. പിരിയാം രോഹിത്. ഒരുപാട് ആലോചിച്ചെടുത്ത തീരുമാനം ആരും അംഗീകരിക്കില്ലെന്ന് എനിക്കറിയാം. അപ്പോഴേക്കും ഞാൻ എന്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട ആളുമായിട്ട് എന്റെ ജീവിതം തുടങ്ങിയിരിക്കും. അവൻ തന്നെ, ദീപക്. ബോധത്തോടെ ഇയാളോടത് പറയാനുള്ള ഭയം കൊണ്ടാ ഇപ്പൊ ഇതൊക്കെ പറയുന്നത്. പറ്റാഞ്ഞിട്ടാടോ തന്നെ വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ വയ്യാത്തോണ്ടാ. ശ്യാമേ, എന്താ ശ്യാമേ, വേദനിക്കുന്നുണ്ടോ? രോഹിത്, ഞാൻ ഡോക്ടറെ വിളിക്കാം. വേണ്ട രോഹിത്, എനിക്കൊന്നുമില്ല. എന്താ ശ്യാമേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? എനിക്കൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ. ഇവിടെ എന്റെ അടുത്ത് കുറച്ച് സമയം കൂടി ഇരിക്കോ? എന്താ ശ്യാമേ? ഒന്നുമില്ല. എന്താ ശ്യാമേ? രോഹിത്, ശ്യാമേ എന്താ? രോഹിത് എന്തിനാ എന്നെ ഇത്രയും സ്നേഹിക്കുന്നത്? ശ്യാമേ, ഞാൻ പറഞ്ഞല്ലേ ഇയാള് കേട്ടോ? അതൊക്കെ എനിക്ക് ബോധമുള്ളപ്പോ തന്നെ രോഹിത് ഇതൊക്കെ പറഞ്ഞ് എനിക്ക് കേൾക്കണം. ആഹാ, ആള് ഉറക്കമുണർന്നോ? പെയിനൊന്നുമില്ലല്ലോ അല്ലേ? ഇല്ല ഡോക്ടർ. എങ്കിൽ വീട്ടിൽ പോവാം. റോഡിൽ കൂടിയൊക്കെ നടക്കുമ്പോ ഇനി ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ നോക്കിക്കോളാം ഡോക്ടർ. രണ്ടുപേരും എന്തെങ്കിലും സൗന്ദര്യ പിണക്കത്തിലായിരുന്നോ? ഹേയ് ഇല്ല ഡോക്ടർ. അല്ല, രണ്ടാളും കരയുന്ന കണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. അത് സങ്കടം കൊണ്ടല്ല ഡോക്ടർ. എന്നേക്കുമായി നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു നിധി തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാ.
വിഷ്ണുട്ടാ ഇതിപ്പോ കുറച്ചു നേരം ആയല്ലോ. രോഹിത്തെ, ശ്യാമയ്ക്ക് എങ്ങനെയുണ്ട്? എന്താടി നീ കാണിച്ചേ? നിന്നെ ഇന്ന് ഞാൻ ശാലിനി വേണ്ട. രോഹിത്തെ, രോഹിത്ത് ഇടയിൽ കയറരുത്. മാറിയെന്നേ. വേണ്ട ശാലിനി. വേണ്ട വേണ്ടാന്ന് വെക്കുന്നതാ ഈ കുഴപ്പം. ഇനി നല്ല തല്ല് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നന്നാവില്ല. മാറിന്നേ. ശാലിനി വേണ്ടാന്ന്. രോഹിത്തെ, മാറാൻ. ശാലിനിയോടല്ലേ പറഞ്ഞ വേണ്ടാന്ന്.